നിങ്ങൾക്കറിയാവോ, ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടർ 1947 ഒരു സ്പൈസ് ഷോപ്പിൽ ദിവസം വെറും 1 പൈസയ്ക്ക് ജോലി ചെയ്തിരുന്നു. ഇനി നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് 1972 പോവാണ്. അപ്പോൾ വിദേശ ടയറുകൾ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഈ ഒരു വ്യക്തി വലിയ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഒരു ടയർ കമ്പനി ആരംഭിച്ചു. അതുപോലെ 1975 കേരളത്തിൽ പേരാമ്പ്രയിൽ ആദ്യത്തെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടയർ ബ്രാൻഡുകളിൽ ഒന്നായിട്ട് ഇത് മാറി. പക്ഷേ ഇത് അത്ര സ്മൂത്ത് ആയിട്ടുള്ള യാത്രയായിരുന്നില്ല. ഇപ്പോൾ 70കളുടെ അവസാനത്തോടെ ബിസിനസ് പ്രതിസന്ധിയിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഓൺകർ കാൻവർ ഇത് പുനർനിർമ്മിക്കാനായിട്ട് മുന്നിട്ടിറങ്ങി. പിന്നെ പതുക്കെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ടയർ മുതൽ പാസഞ്ചർ വെഹിക്കിൾ ടയർ വരെ ഈ ഒരു കമ്പനി എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേരായിട്ട് മാറി. അതുപോലെ യൂറോപ്യൻ പ്രസൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ 2009 വ്രെഡസ്റ്റിനെയും അതുപോലെ 2015 റിഫൻ കോമിനെയും ഏറ്റെടുത്തു. അപ്പോൾ കമ്പനി റിയൽ ടൈം ടയർ ഹെൽത്ത് അപ്ഡേറ്റ്സ് നൽകുന്ന കണക്റ്റഡ് ടയേഴ്സ് പോലുള്ള ഇന്നോവേഷൻസും കൊണ്ടുവന്നു. 2025 കണക്ക് പ്രകാരം കമ്പനിക്ക് 7 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ 5ഉം യൂറോപ്പിൽ 2ഉം. 2025 ഏപ്രിൽ വരെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വിപണി മൂല്യം 27,160 കോടി രൂപയാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? റോണക്സ് സിംഗ് സ്ഥാപിച്ച അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഓൺകർ കാൻവർ ഇതൊരു ഗ്ലോബൽ സക്സസ് സ്റ്റോറിയാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കമ്പനി ഗസ് ചെയ്തായിരുന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യാം.